സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. ഓം നമോ ഭഗവതേ ഭൂതനാഥായ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ, ഓം നമോ ഭഗവതേ ഭൂതനാഥായ. നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഹരിവരാസന കീർത്തനത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വിചാരം ചെയ്തു. ഇന്ന് നമ്മൾ ഹരിവരാസന കീർത്തനത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് വിചാരം ചെയ്യുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: തുരകവാഹനം സുന്ദരാനനം വരഗദായുധം ദേവവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. തുരകവാഹനം സുന്ദരാനനം വരഗദായുധം ദേവവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പദങ്ങൾ, ആദ്യത്തേത് തുരകവാഹനം എന്നതാണ്. രണ്ടാമത്തേത് സുന്ദരാനനം, പിന്നീട് വരഗദായുധം. ഞാൻ പറഞ്ഞത് ദേവവർണിതം എന്നാണ്, എങ്കിലും കൂടുതൽ നമുക്ക് സ്വീകാര്യമായിട്ട് വരുന്നത് വേദവർണിതമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേദവർണിതം എന്ന അർത്ഥം നമുക്ക് വ്യാഖ്യാനിക്കാം. പിന്നീട് ഗുരുകൃപാകരം, കീർത്തനപ്രിയം, ഹരിഹരാത്മജം ദേവമാശ്രയേ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹരിഹരാത്മജം ദേവമാശ്രയേ എന്ന ആ 4-ാമത്തെ വരി 8 ശ്ലോകങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം കാണുന്ന വാക്ക് തുരകവാഹനം എന്നതാണ്. അപ്പം നമുക്കറിയാം, തുരകമെന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുതിര, മനസ്സ് എന്നീ അർത്ഥ രൂപത്തിൽ നമുക്ക് ഈ വാക്കിനെ കാണാം. അപ്പോൾ തുരകമെന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത്, കുതിര, മനസ്സ് എന്നൊക്കെ അർത്ഥം കരുതാം. കൈലാസവാസിയായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. അത് നമുക്കെല്ലാം അറിയാം. ഇപ്പം ശബരിമല ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒരു വാഹന പ്രതിഷ്ഠയുണ്ട്, അതും കുതിരയുടേതാണ്. അപ്പോൾ നമ്മൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന അർത്ഥം നമ്മൾ കരുതുകയാണെങ്കിൽ, മനോവേഗമെന്നതാണ്, നമ്മുടെ മനസ്സ് ചിന്ത ചലിക്കുന്നതാണ് ഏറ്റവും വേഗത കൂടിയത്. അപ്പോൾ നമുക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന അർത്ഥം ഭഗവാന് മനോവേഗത്തിൽ എവിടെയും, പ്രത്യേകിച്ച് ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുവാൻ കഴിയും എന്ന രീതിയിൽ ഒരർത്ഥം കൽപ്പിക്കാം. അപ്പോൾ വാഹനൻ ആയ ഭഗവാന്
ധർമ്മശാസ്താവിന് എല്ലാ ഭക്തരുടെയും മനസ്സിലേക്ക് വളരെ വേഗത്തിൽ എത്തുവാൻ കഴിയുന്നു. അപ്പോൾ തുരകവാഹനം ദേവമാശ്രയി, നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഭക്തരുടെ മനസ്സിലേക്ക് മനോവേഗത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ധർമ്മശാസ്താവിനെ, അയ്യപ്പ സ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. പിന്നീട് നമ്മൾ മനസ്സെന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ, എല്ലാ ഭക്തരുടെയും മനസ്സിലിരിക്കുന്നവനാണ് ധർമ്മശാസ്താവ് എന്ന് നമുക്ക് അർത്ഥമെടുക്കാം. അതായത് ഭക്തരുടെ ചിത്തസ്ഥിതനാണ് ഭഗവാൻ. ജീവികളിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന ജീവാത്മാവാണ് ധർമ്മശാസ്താവ്. ജീവാത്മാവും പരമാത്മാവും ഭഗവാൻ തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമാക്കി. ശ്ലോകം 3 അർത്ഥം പറഞ്ഞപ്പോൾ നമ്മളത് വ്യക്തമാക്കി. ഇപ്പം കുതിരയെന്നത് വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ ശക്തിയുടെ പ്രതീകം കൂടെയാണ്. ഇപ്പം ശക്തമായ, ദൃഢമായ, ചഞ്ചലമല്ലാത്ത, വേഗതയോടുകൂടിയ മനസ്സാകുന്ന കുതിരയെ വാഹനമാക്കിയവനാണ് ധർമ്മശാസ്താവ്, അല്ലെങ്കിൽ അയ്യപ്പസ്വാമി. അങ്ങനെയുള്ള ധർമ്മശാസ്താവാണ് ഭക്തരുടെ മനസ്സിൽ വസിക്കുന്ന തുരകവാഹനൻ എന്നർത്ഥം. അപ്പം നമുക്കറിയാം, എല്ലാ ദേവീദേവന്മാരുടെയും വാഹനം മൃഗങ്ങളാണ്. ഇതിൻ്റെ പിറകിലുള്ള തത്വം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മൃഗങ്ങളെ നമ്മൾ ദേവന്മാരുടെയും ദേവിമാരുടെയും വാഹനമാക്കിയിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ, ചരാചരാത്മകമായ വിശ്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വാഹനങ്ങളെ അഥവാ മൃഗങ്ങളെ നമ്മൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ തുരകത്തിന് നമ്മൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കുതിര, മനസ്സ്, അങ്ങനെ പല രീതിയിലുള്ള അർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ഈ അർത്ഥങ്ങളെല്ലാം ധർമ്മശാസ്താവിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ധർമ്മശാസ്താവിൻ്റെ ഗുണകർമ്മ വിശേഷങ്ങളായി അത് ഭവിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് സുന്ദരാനനം എന്ന പദത്തെയാണ് നമുക്കറിയേണ്ടത്. സുന്ദരാനനം എന്നാൽ മനോഹരമായ മുഖമുള്ളവൻ എന്നർത്ഥം. മനോഹരമായ മുഖമുള്ളവൻ. അപ്പം എവിടെയാണ് മനോഹാരിത ഉണ്ടാകുന്നത്, എവിടെയാണോ ബ്രഹ്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത്, അവിടെ മാത്രമേ ഏത് വസ്തുവും സുന്ദരമാകുകയുള്ളൂ. അപ്പോൾ ധർമ്മശാസ്താവിൻ്റെ ഇരിപ്പിടമായ ശബരിമല ക്ഷേത്രമെന്ന് പറയുന്നത് ബ്രഹ്മചൈതന്യം നിറഞ്ഞ ഇടമാണ് എന്ന് അർത്ഥം. അപ്പോൾ ഈ സൗന്ദര്യം കൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിൽ വസിക്കുന്ന ധർമ്മശാസ്താവിലുള്ള സൗന്ദര്യമാണ്, ആ ചൈതന്യമാണ് എല്ലാ ഭക്തജനങ്ങളെയും ശബരിമല ക്ഷേത്രത്തിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ സൗന്ദര്യത്തിൻ്റെയും ആകത്തുകയോ അതിലേറെയോ ആണ് ഭഗവാന്റെ സൗന്ദര്യം. അപ്പോൾ അതിനാലാണ് നമ്മൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഭഗവാനെ ദർശിക്കുന്ന ഭക്തന് സന്തോഷവും ആനന്ദവും ആത്മനിർവൃതിയും സായുജ്യവുമൊക്കെ ഉണ്ടാകുന്നതും വീണ്ടും വീണ്ടും ശബരിമല ദർശനത്തിന് എത്തണമെന്ന് ആഗ്രഹമുണ്ടാക്കുന്നതും. അപ്പോൾ അതാണ് സുന്ദരാനനം എന്ന പദത്തിൻ്റെ അർത്ഥം. പിന്നീട് വരഗദായുധം എന്ന പദമാണ്. വരഗദായുധം. ഇപ്പോൾ വരഗദ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഗദ എന്നർത്ഥം. ശ്രേഷ്ഠമായ ഗദ. അപ്പോൾ വരഗദായുധം എന്ന പദം ധർമ്മശാസ്താവിൻ്റെ ആയുധമെന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഗദയാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ആയുധം നമ്മൾ ദുഷ്ടനിഗ്രഹത്തിനാണ്
എന്ന് പൊതുവെ പറയും. പക്ഷെ നമ്മളതിനെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ശത്രു നിഗ്രഹം അല്ലെങ്കിൽ ദുഷ്ടനിഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാൻ നടത്തുന്നത് ധർമ്മ സംരക്ഷണത്തിനാണ്. അപ്പോൾ ധർമ്മ സംരക്ഷണത്തിനുള്ള ആയുധമാണ് വരഗത എന്നത് ഉപയോഗിക്കുന്നത്. അതേപോലെ ഗത എന്ന വാക്കിന് വാക്ക്, ശബ്ദം, ഇടിമുഴക്കം എന്നൊക്കെയും അർത്ഥമുണ്ട്. അപ്പോൾ ആയുധങ്ങളെക്കാൾ ശക്തമായ വാക്കുകൊണ്ട് എതിരാളികളെ തോൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ഭഗവാൻ ധർമ്മശാസ്താവ് എന്ന് വരഗതായുധം എന്ന വാക്കിന് നമുക്ക് ഈ അവസരത്തിൽ വ്യാഖ്യാനിക്കാം. പിന്നീട് വരുന്ന പദം വേദവർണ്ണിതമാണ്. അതിനർത്ഥം വേദങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നവൻ എന്നാണ്. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഭാരതീയ ദർശനങ്ങളുടെ എല്ലാം തന്നെ പൊരുൾ വ്യക്തമാക്കൽ തുടങ്ങുന്നത് വേദങ്ങളിലൂടെയാണ്. അങ്ങനെ ആ വേദങ്ങളാൽ മാത്രം നമുക്ക് അറിയുവാൻ കഴിയുന്ന ദേവനാണ് ധർമ്മശാസ്താവ്. അപ്പോൾ ഭഗവത് തത്വങ്ങൾ അറിയണമെങ്കിൽ വേദമന്ത്രങ്ങളെ തന്നെ ആശ്രയിക്കണം. അതിനാൽ ധർമ്മശാസ്താവിൻ്റെ തത്വം വ്യാഖ്യാനിക്കേണ്ടത് വേദവാക്യങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് എന്നാണ് വേദവർണ്ണിതം എന്ന പദം ഈ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. എല്ലാ ദേവീദേവന്മാരുടെയും തത്വം വർണ്ണിച്ചിരിക്കലും വേദങ്ങളിൽ തന്നെയാണെന്ന് നമുക്ക് അറിയാം. അടുത്ത പദം ഗുരുകൃപാകരം എന്നതാണ്. ഗുരുകൃപാകരം എന്നതാണ് അടുത്ത പദം. ഗുരു എന്ന വാക്കിന് ഏറ്റവും വലുത്, ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ നമുക്ക് എടുക്കാം. ഏറ്റവും വലുതെന്ന് എടുക്കാം. അപ്പോൾ ഗുരുകൃപാകരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം കൃപയുള്ളവൻ, ഏറ്റവും അധികം കൃപയുള്ളവൻ. അപ്പോൾ അതിനാലാണ് നമ്മൾ ഭഗവാനെ കൃപാസാഗരം, കരുണാസാഗരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ചിന്മുദ്ര കാണിച്ചുകൊണ്ട് തത്വമസി ഉപദേശിക്കുന്ന ശബരിമല ശാസ്താവ് ലോകൈക ഗുരു തന്നെയാണ്. അപ്പം ധർമ്മശാസ്താവിൻ്റെ ഗുരുകൃപയാണ് നമ്മെ ഭക്തരും ജ്ഞാനികളുമൊക്കെ ആക്കുന്നത്. അപ്പോൾ ഈ ഗുരുകൃപയില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒന്നും നേടുവാൻ കഴിയുകയുമില്ല. നമ്മുടെ ലൗകിക ജീവിതത്തിലെ ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ ഭഗവാനെ ഒരു മഹാഗുരുവായി കരുതുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ലൗകിക ജീവിതത്തിൽ നമ്മൾക്കും ഒരുപാട് ഗുരുക്കന്മാരും മുതിർന്നവരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാകും. അവരിൽ നിന്നുമൊക്കെ നമ്മൾ അനുഗ്രഹം കാക്ഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹം നേടണമെങ്കിൽ പോലും പരമഗുരുവായ ധർമ്മശാസ്താവിൻ്റെ കൃപ ആവശ്യമാണ്. അടുത്ത പദം കീർത്തനപ്രിയം എന്നതാണ്. അപ്പോൾ ഈ കീർത്തനപ്രിയം എന്ന് പറയുന്ന വാക്ക് നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിലും വരുന്നതായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇന്നലെ വളരെ കൂടുതൽ വിശദമാക്കി. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ എന്തുകൊണ്ടാണ് ഭഗവാൻ കീർത്തനപ്രിയനാകുന്നത് എന്ന്. അപ്പോൾ കീർത്തനപ്രിയനാകുന്നത് ഭഗവാന്റെ ആവശ്യമല്ല. ഭഗവാന് ഒരു ഭക്തൻ കീർത്തിച്ചാലും പ്രാർത്ഥിച്ചാലും ഒന്നും തന്നെ പ്രത്യേകിച്ച് നേടാനില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ ഓരോ കീർത്തനത്തിലെയും ഓരോ പദങ്ങളും ഭഗവാന്റെ ഗുണകർമ്മ വിശേഷങ്ങളായതുകൊണ്ട് ആ ഓരോ പദവും നമ്മൾ കീർത്തിക്കുന്നതിലൂടെ ഭഗവാനെക്കുറിച്ചുള്ള അറിവ് ഓരോ ഭക്തനിലും വളരുകയും അങ്ങനെയുള്ള ജ്ഞാനപ്രാപ്തിയിലൂടെയുള്ള ആത്മസായുജ്യം തന്നെയാണ് ജീവാത്മാവിൻ്റെ ലക്ഷ്യവും. അതുമാത്രമേ കീർത്തനം ചെയ്യുന്നത് കൊണ്ട് ഫലമുണ്ടാകുന്നുള്ളൂ. പിന്നീട് അടുത്ത പദം ഹരിഹരാത്മജം ദേവമാശ്രയി എന്നതാണ്. ഹരിഹരാത്മജനായ
ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം വളരെ കൂടുതൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കി നമ്മൾ ഇന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ നമ്മൾ ഒന്ന് ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, കുതിരയെ വാഹനമാക്കിയവനും സുന്ദരമായ മുഖമുള്ളവനും ശ്രേഷ്ഠമായ ഗദ ആയുധമാക്കിയവനും വേദങ്ങളാൽ മാത്രം വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നതും വർദ്ധിച്ച കൃപയുള്ളവനും കീർത്തനപ്രിയനും ഹരിഹരാത്മജനുമായ ധർമ്മശാസ്താവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ ഭഗവാൻ എന്നത് ഓരോ ഭക്തരുടെയും ചിത്തസ്ഥിതനാണ്. അങ്ങനെ ചിത്തസ്ഥിതനായിരുന്നാൽ മാത്രമേ ഭഗവാൻ എങ്ങനെയാണോ ചഞ്ചലമല്ലാത്ത മനസ്സോടുകൂടി, ശക്തമായ മനസ്സോടുകൂടി വർത്തിക്കുന്നത്, അതേപോലെ ജീവാത്മാക്കൾക്കും സ്വയം മനസ്സിനെ നിയന്ത്രിച്ച് ജീവിക്കുവാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കഴിവ് ഈ ഭഗവാന്റെ ഗുണവൈശിഷ്ട്യങ്ങൾ നമ്മളിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ശ്ലോകങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. Oh